ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് തിരുവചനം ധ്യാനിക്കുവാനായിട്ട് പിന്നെയും കടന്നു വരുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നിന്ന് ഒരു വാക്യം 12-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നുള്ള ആ ഒരു വേദഭാഗമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായത്. അതായത് പൗലോസിൻ്റെ ജീവിതത്തിൽ തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ അവസരങ്ങളും അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ അതിൽ കണ്ടത്, തനിക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം ഒന്നിലും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും താന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതും ദൈവത്തിൻ്റെ മഹത്വത്തിന് അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും അല്ലെങ്കിൽ തീർന്നു അല്ലെങ്കിൽ തീർക്കാനായിട്ട് തനിക്ക് സാധ്യമായി എന്നുള്ള കാര്യമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ജയിലിൽ അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ താനായിരുന്നതും തനിക്ക് ലഭിച്ച അടികളാണെങ്കിലും തനിക്ക് മറ്റുള്ളവരാൽ ലഭിച്ച അപമാനമാണെങ്കിലും എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കായിട്ട് തീർന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ മറ്റ് അനേകരെ ലോകത്തിൽ നോക്കിയാലും നമുക്ക് കാണാം, ദൈവവചനത്തിലും മറ്റനേകരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരോടുള്ള അല്ലെങ്കിൽ അവരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർക്കുമൊക്കെ പറയുവാനുള്ളത് ഈ ഒരു കാര്യം മാത്രമായിരുന്നു. എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ പുകഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ മഹത്വത്തിനോ ഒന്നും പ്രയോജനം വേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ മഹത്വം അവിടെ ഒരു വിഷയമേ അല്ല. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച കഷ്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കടന്നുപോയ സാഹചര്യത്തിൽ അതെല്ലാം ദൈവമാണ് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ഞങ്ങൾക്കിതിൽ ഒരു മഹത്വവും എടുക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ് അവരുടെയും ജീവിതത്തിൽ അവരും നമുക്ക് വരച്ച് കാട്ടിത്തന്നു. ഇന്ന് ഒരു വാക്യം ചിന്തിക്കാം. ഫിലിപ്പിയർ തന്നെ 1:15 വാക്യം നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. 15 ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. 16 അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായി ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എൻ്റെ ബന്ധനങ്ങൾ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധത്തിലായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നു. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ദൈവനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ അറിയാവുന്ന ഒരു വാക്യമാണല്ലോ ഇത്. 15 വാക്യം, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോടുകൂടെ പ്രസംഗിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ചിലർ എന്ന് പറയുമ്പോൾ നമ്മൾ 1-ാമത്തെ 2-ാമത്തെയൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് പൗലോസിനെ വിമർശിക്കുന്നവരും അല്ലെങ്കിൽ പൗലോസിനോട് എതിർത്ത് നിൽക്കുന്നവരും ആയിട്ടുള്ള അനേകരെ നമുക്കവിടെയൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ചെയ്യുന്നത് സുവിശേഷം പറയുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചായിരുന്നു, അതായത് പൗലോസ് ജയിലിലായി എന്ന് കണ്ടിട്ട് സഹോദരന്മാർ ശക്തി പ്രാപിച്ചു അവർ ദൈവവചനം ശക്തിയോടെ ശുശ്രൂഷിച്ചു, അല്ലെങ്കിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം ശക്തിയോടെ ശുശ്രൂഷിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം കുറേ ആൾക്കാർ അല്ലെങ്കിൽ കുറേ സഹോദരന്മാർ ദൈവത്തിന് വേണ്ടി മുമ്പോട്ട് ഇറങ്ങി വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ചിലര് ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷം ഒരു പ്രതിഫലവും വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അവരെ ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ, ചിലരെയൊക്കെ കർത്താവിനായിട്ട് നേടുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ചിലര് ദൈവവചനം അറിയിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ചിലരെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ചെയ്തത് അവർ ക്രിസ്തുവിനെ അസൂയയും
പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. എന്താണ് ഈ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുവാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് അക്കാലത്ത് വളരെ വളരെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ഇടയിലും ചിലരുടെ മനോഭാവം എന്ന് പറയുന്നത് അവര് വളരെ അസൂയയോടും അല്ലെങ്കിൽ പിണക്കത്തോടും കൂടെയാണ് പ്രസംഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ താഴോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവര് ദൈവവചനം തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവര് ഒന്നുകിൽ പൗലോസിനോടുള്ള അല്ലെങ്കിൽ ഒരു അസൂയ നിമിത്തം പൗലോസിന്റെ പ്രസംഗത്തിൽ അനേകര് രക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അനേകര് കർത്താവിങ്കിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അനേക അത്ഭുതങ്ങളൊക്കെ നടക്കുവാനൊക്കെ ഇടയാകുന്നുണ്ട്. ഞങ്ങളും പ്രസംഗിച്ചാൽ ഇതുപോലെ അല്ലെങ്കിൽ പൗലോസിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾക്കും ഒരു പക്ഷേങ്കിൽ പ്രസംഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടെ ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ അവരവിടെ പ്രസംഗിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ വചനം ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അവിടെ മറന്നു പോകാനായിട്ട് പാടില്ല. നമ്മൾ ഫിലിപ്പിയർ തന്നെ 3:2 നമ്മൾ വായിക്കുന്നുണ്ട്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പൗലോസ് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം തെറ്റായിട്ട് പഠിപ്പിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം, അല്ലെങ്കിൽ നമ്മളും കൂടെ തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്, അത് ഇരുവായ്ത്തലയുള്ള വാളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നത് അത്രയും ഭക്തിയോടെ അല്ലെങ്കിൽ അത്രയും ഗൗരവത്തോടുകൂടെ കാണേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയായിട്ടും അത് ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ അറിയാവുന്ന ഇവരാണ് ഈ വിധത്തില് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിണക്കത്തോടെ അല്ലെങ്കിൽ അസൂയോടുകൂടെയൊക്കെ അല്ലെങ്കിൽ വാശിയോടുകൂടെയൊക്കെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നേരത്തെ നമ്മൾ മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ ദുരുപദേശം ഒരുപാട് പഠിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പൗലോസ് ആ വിധത്തിലൊന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം പൗലോസ് ആ വിധത്തിൽ അവിടെ തടയുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഒരു പക്ഷേങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ തന്നെ ഉയർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ അതിൽ അഡീഷണലായിട്ട് ചേർക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കും. അതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് പറയുന്ന പോലെ അവര് ദൈവത്തിന്റെ വചനമാണല്ലോ പ്രസംഗിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേങ്കിൽ ഗ്രൂപ്പിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാൻ പൗലോസിനേക്കാളും കേമനാണെന്നോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവരുടെ പഠിത്തത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നേക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ വചനം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വാളാണ്, ഇരുവായ്ത്തലയുള്ള വാളാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നവരിൽ കൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനമാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധത്തോടു കൂടി വേണം നമ്മൾ അത് ശുശ്രൂഷ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ റോമറിൽ വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അപ്പം ദൈവത്തിന്റെ വചനം അത് പറയുമ്പോൾ അത് എന്താ പറയുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അപ്പം പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ പൗലോസ് അവിടെ ആശ്വസിക്കുന്നതായിട്ട്, എന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ 18-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണല്ലോ. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. 18 നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കും. നേരത്തെ പറഞ്ഞത് അതാണ്, കർത്താവിന്റെ വചനം അതിൽ ദുരുപദേശം അവര് ചേർക്കാതെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം പൗലോസ് അത് ആ വിധത്തിൽ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇവരുടെ ഉദ്ദേശശുദ്ധിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട് ഇരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് ശുശ്രൂഷിക്കുന്നതെന്നുള്ള ഉത്തമ ബോധമുണ്ട്. പക്ഷെ ഇവർക്ക് അതിനേക്കാൾ മറ്റെന്തോ ഒരു ഉദ്ദേശം അതിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഫിലിപ്പിയർ 2:21 ക്രിസ്തുവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ നോക്കുന്നതെന്ന് നമുക്കവിടെ ഒരു വാക്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കുക. അപ്പം യഥാർത്ഥത്തിലുള്ള
ദൈവവചനം ശുശ്രൂഷ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിനെ ഉയർത്തുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത ആ ശുശ്രൂഷ ചെയ്യണം. അതാണ് ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ അവരുടെ ചില കാര്യങ്ങളും കൂടെയൊക്കെ ചേർക്കുമ്പോൾ അത് കർത്താവിൻ്റെ കാര്യമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ സ്വന്തം കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കാര്യം നോക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ലാഭമായിട്ട് അവർ കണ്ടത് സ്വന്തം കാര്യം നോക്കുവാനാണ്. അല്ലെങ്കിൽ സ്വന്തം കാര്യം എന്ന് വെച്ചാൽ സ്വന്തം വാക്കുകൾ അല്ലെങ്കിൽ സ്വന്തം ഞാൻ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആണെന്നുള്ള ഒരു മെസ്സേജും കൂടെ ഒക്കെ കൊണ്ടുവരുവാനായിട്ട് അവിടെ ശ്രമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം പൗലോസ് അവിടെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ വചനം അത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ശുശ്രൂഷിക്കുമ്പോൾ മാത്രമല്ല, അത് കേൾക്കുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവം ഉണ്ട്. കാരണം ദൈവം നമുക്ക് തന്നിക്കുന്ന വാക്കുകളാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള വിലയും അതിൻ്റേതായിട്ടുള്ള ബഹുമാനവും നമ്മൾ കൊടുക്കണം. അത് കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ട് ഇരിക്കുന്നു. ഇനി അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ 18 നമ്മൾ കണ്ടു ഞാൻ സന്തോഷിക്കുന്നു എന്ന് കണ്ടു, അല്ലെങ്കിൽ ഇവരുടെ പ്രസംഗത്തിലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് കണ്ടിട്ട് അതിന് 19 പറയുന്നത് പ്രാർത്ഥനയാലും ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് അറിയുന്നു. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വചനം ഇവരിലൂടെയും മറ്റുള്ളവർക്ക് അറിയുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം ആയതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ജോലി നന്നായിട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർ കേൾക്കുന്നതുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുന്നവരോട് ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം അരുളി ചെയ്ത വാക്കുകളാണ്. അപ്പം ശുശ്രൂഷിച്ചവർ അവിടെ ഉണ്ട്, അവരുടെ കാര്യം അത് ദൈവം നോക്കും. ദൈവത്തിൻ്റെ വചനം അവിടെ ഉണ്ട്, അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അത് കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുകയും അനേകരെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം നമ്മൾ പറഞ്ഞത് ഇതാണ്, 15-ാം വാക്യമാണ് നമ്മൾ കണ്ടത്. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അവിടെ പ്രസംഗിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷെ അതിൻ്റെ പിമ്പിലുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്ന് പറയുന്നത് അവർക്കിടേതായിട്ടുള്ള പൊതുവായ എന്തോ ഒരു ലക്ഷ്യത്തോടു കൂടെ, ഒരു പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ തന്നെ ഉയർത്തുന്നതിനോ തങ്ങൾ മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരാണെന്ന് കാണിക്കുന്നതിനോ, അല്ലെങ്കിൽ പൗലോസിനേക്കാൾ ഒരു പക്ഷെങ്കിൽ അവർ മിടുക്കരാണെന്ന് കാണിക്കുന്നതിനോ ഒക്കെ ആയിരിക്കാം അവര് അങ്ങനെ ആ വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരിക്കലും അവര് ദുരുപദേശമല്ല, മറ്റു സഭകളിലൊക്കെ ദുരുപദേശം അനേകരെ പഠിപ്പിച്ചതുപോലെ ദുരുപദേശം പഠിപ്പിച്ചില്ല. പക്ഷെ അവര് ദൈവത്തിന്റെ വചനത്തിന്റെ കൂടെ തങ്ങളെ ഉയർത്തുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇവർ ചെയ്ത 2 കാര്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള 2 വാക്കുകളാണ്. ഒന്ന് അസൂയ, 2 പിണക്കം. അസൂയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരാൾക്കൊരു വിജയമുണ്ടായെങ്കിൽ അപ്പോൾ മനസ്സിൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരാൾക്കൊരു വിജയം ഉണ്ടായി എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു വിജയം ഉണ്ടായി എനിക്ക് അത്ര അങ്ങോട്ട് രസിച്ചില്ല. അതിന് നമുക്ക് ഒരു പക്ഷേങ്കിൽ അസൂയ എന്ന് പറയാം. അപ്പം ഇവിടെ നമുക്കതാണ് കാണുവാനായിട്ട് ഇടയായത്. അതായത് എന്താ പറയുന്നത്, അസൂയ ഞാൻ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇവരുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയയാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് അവര് പിണക്കമാണ്. പിണക്കം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അതും ഏകദേശമൊക്കെ മാച്ചായിട്ട് വരും. പക്ഷെ രണ്ടും 2 കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അസൂയയും പിണക്കവും രണ്ടും 2 കാര്യം തന്നെയാണ്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ഒരു കാര്യം ലഭിച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, അത് ഒരു പക്ഷേങ്കിൽ അസൂയ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ കയ്യിലുള്ള ഒരു സാധനം അത് ഇരിക്കുന്നത് കണ്ടു,
അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ഒരു പക്ഷേങ്കിലും ഇല്ലാതാക്കാനായിട്ടൊക്കെ ശ്രമിച്ചു എന്ന് വന്നേക്കാം. മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും രണ്ട് കാര്യം തന്നെയാണ്. ഇപ്പം ദൈവവചനം പറയുന്നത് ഇത് രണ്ടായാൽ ഇതിനെ രണ്ടിനെയും പറ്റി അനേക വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനേക വാക്യങ്ങളിൽ അസൂയയും ഈ പിണക്കത്തെയും പറ്റി അല്ലെങ്കിൽ ഈർഷ്യയും പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊക്കെ പറയുന്ന ഒരു കാര്യം അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. മാത്രവുമല്ല, ഇത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ അസൂയയും പിണക്കവും ഇരിക്കുന്നത്. അല്ലെങ്കിൽ യാക്കോബ് 3:16 നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സകല ദുഷ്പ്രവൃത്തിക്കും കാരണമായിട്ട് തീരുന്നു എന്നാ പറയുന്നു. സകല ദുഷ്പ്രവൃത്തിക്കും കാരണമായിട്ട് തീരുന്നു. അസൂയയും പിണക്കവും എന്ന് പറയുന്നത് സകല ദുഷ്പ്രവൃത്തിക്കും കാരണമായിട്ട് തീരുന്നു. അപ്പം അത് ദുഷ്പ്രവൃത്തി ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്ക് കാരണമായി തീരുന്നു എന്ന് പറയുമ്പോൾ അത് പലവിധമായ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തീരും. അത് തീർച്ചയായിട്ടും പറയുമ്പോൾ ചെറിയൊരു നിസ്സാരമായിട്ടുള്ള കാര്യം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഈ കാര്യങ്ങൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അസൂയയും പിണക്കവും ഒക്കെ വരുവാണെങ്കിൽ നമ്മളിൽ എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മളിലൊരു വലിയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും വലിയ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്നോട് മാത്രമായിട്ട് എനിക്ക് അസൂയ തോന്നത്തില്ലല്ലോ, എന്നോട് മാത്രമായിട്ട് എനിക്ക് പിണക്കവും തോന്നത്തില്ല. അപ്പം ഞാൻ പിണങ്ങണമെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ വേണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പിണങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർ അസൂയ നിമിത്തം പ്രസംഗിക്കുന്നത്, അവരോടുള്ള അസൂയ നിമിത്തമല്ല അവർ അങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ മുമ്പിൽ ഒന്നിലധികമോ വരുന്ന വ്യക്തികളുണ്ട്, അവരോടായിരിക്കും ഞാൻ പിണങ്ങുന്നത്, അവരോടായിരിക്കും ഞാൻ ഈ വിധത്തിൽ പെരുമാറുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക്, ഞാനല്ലാത്ത എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ അസൂയയും പിണക്കവും എന്ന് പറയുന്നത്. ഈ അസൂയ വരാനുള്ള കാരണം നമുക്കറിയാവുന്നതാണല്ലോ. അസൂയ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും കൂടെ ആ കാര്യം വേണം. കൊച്ചുകുട്ടികളെയൊക്കെ അറിയാം. ഇവിടെ ആഷിറും ഈവാനയും ഉണ്ടായിരുന്നപ്പം നമുക്കതറിയാം. അവർക്ക് അസൂയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു കാര്യം ഇരിക്കുമ്പോൾ അത് അപ്പോഴവർക്ക് വേണം. അത് വെറുതെ അവിടെ വേസ്റ്റിൽ, ഒരു പക്ഷേങ്കിലും അത് വേസ്റ്റിൽ കിടന്ന കാര്യം ആയിരിക്കാം. പക്ഷേ കുറച്ച് ഒരാളുടെ കയ്യിലിരിക്കുന്ന കണ്ടാൽ അടുത്ത ആൾക്ക് അത് അപ്പോഴും വേണം. ഇനി എങ്ങനെയെങ്കിലും അടികൂടി അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് ആയിരിക്കും. വീണ്ടും പഴയ സ്ഥാനത്ത് അത് പോയി കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അതേപോലെ തന്നെയാണ് നമുക്കെന്താ പറയുന്നത്, നമുക്ക് ചില ശുശ്രൂഷകളോ അല്ലെങ്കിൽ നമുക്ക് ചില കൃപാവരങ്ങളോ ഒക്കെ ദൈവം ഒരു പക്ഷേങ്കിൽ തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള സാധനം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരാളുടെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ സന്തോഷം ലഭിക്കുന്ന കാര്യം. അതും പറഞ്ഞ പോലെ ശുശ്രൂഷ ചിലപ്പോൾ ചെയ്യണമെന്നുമില്ല, അത് കിട്ടിയാൽ മാത്രം മതിയാകുമായിരിക്കും. അങ്ങനെയുള്ള ഒരു ഒരു അവസ്ഥയാണ് ഈ അസൂയയ്ക്ക് ഉണ്ടാകുന്നത്. അതായത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, പകരം മറ്റുള്ള ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ കൃപാവരം എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാലും അത് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് എനിക്കും കൂടെ ചെയ്യണമെന്നുള്ള ഒരു മനോഭാവം, അത് തന്നെയാണ് ഇവിടെ ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൗലോസിന്റെ അതേ ശുശ്രൂഷ ഇവരൊക്കെ ചെയ്താൽ അത് എടുത്താ പൊങ്ങുന്ന ഒരു ശുശ്രൂഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പൗലോസിന്റെ അത്രയ്ക്ക് ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെന്ന് പറയുമ്പം അനേക പ്രശ്നങ്ങൾക്ക് വഴിമാറി തീരും എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് നമ്മിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തേ മതിയാകത്തുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായിട്ട് തീരും. ദൈവവും ആഗ്രഹിക്കുന്ന കാര്യമല്ല, അവരവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന് അറിയാം ഞാൻ എന്ത് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ഞാൻ ഏത് കാര്യം എങ്ങനെ ചെയ്താൽ ശരിയാകും എന്നുള്ള കാര്യം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം ചില കാര്യങ്ങളൊക്കെ ചിലരെയൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവഹിതം അനുസരിച്ച് ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക്
യോസേഫിന്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അവിടെ സഹോദരന്മാർ അവനെ വിറ്റുകളയുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടത്തെയും ഒരു മെയിൻ കാര്യം ഇത് തന്നെയാണ്. അവർക്ക് അസൂയയാണ്. അല്ല, നമ്മൾ വായിക്കുന്നത് ഇതാ സ്വപ്നക്കാരൻ വരുവിൻ നാം അവനെ കുഴിയിലിട്ട് കളയാം, അങ്ങനെയാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ ആ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ദൈവം കൊടുത്തത് കൊണ്ട് അവർക്ക് അത് അനിഷ്ടമായിട്ട് തോന്നി. അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവർക്കത് അസൂയയായിട്ട് അല്ലെങ്കിൽ അത് അവനോടുള്ള പിണക്കത്തിന്, നീരസത്തിനൊക്കെ കാരണമായിട്ട് തീർന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരന്മാര് ചെയ്ത കാര്യം അതാണ്. അവനോട് അസൂയ പൂണ്ടിട്ട് അവനെ വിറ്റുകളയുവാൻ, അല്ലെങ്കിൽ അപ്പൻ്റെ അടുത്ത് നിന്ന് അവൻ മരിച്ചുപോയി എന്നൊക്കെ പറയുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ വിധത്തിൽ പാപം ചെയ്യുവാനായിട്ട് അതൊരു കാരണമായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. സകല ദുഷ്പ്രവൃത്തിക്കും കാരണമായിട്ട് തീരും എന്ന് നമ്മൾ നേരത്തെ കണ്ടത് അതാണ്. ഇനിയുണ്ട് അനേകരെ നമുക്ക് കാണാനായിട്ട്. ദാവീദും ശൗലിന്റെയും കാര്യം നമുക്കറിയാം. അവിടെ അത് അനേക സംഭവങ്ങളുണ്ട്. അത് ഒരു കാര്യം, ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ കേവലം ആ സ്ത്രീകളുടെ വാക്കിന്റെ പുറത്താണല്ലോ. ആ സ്ത്രീകളാണ് പറയുന്നത് ശൗല് 1000 കൊന്നു, അല്ലെങ്കിൽ ദാവീദ് 10,000 കൊന്നു എന്ന് പറയുന്നു. അത് കേട്ടപ്പോ ഈ ദാവീദ് വളരെ കോപിഷ്ഠനായി, അല്ലെങ്കിൽ വളരെ കോപം നിറഞ്ഞവനായിട്ട്, പിന്നെ തന്നെ ദാവീദിനെ അവിടെ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള ഒറ്റ കാര്യമെന്ന് പറയുന്നത് തനിക്ക് ഒരു പക്ഷെങ്കിൽ അസൂയ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് കേട്ട് ദാവീദിനോടുള്ള പിണക്കമായിരിക്കാം. വീണ്ടും അത് സകല ദുഷ്പ്രവർത്തികൾക്കും കാരണമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അസൂയയോ അല്ലെങ്കിൽ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, അത് ദുഷ്പ്രവർത്തിക്ക് കാരണമായി എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമ്മൾ പാപം ചെയ്യുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എന്താ പറയുന്നത്, ഉപേക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയുവാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 2 കൊരിന്ത്യർ 12:20 ഒരു വാക്യമുണ്ട്, ഈർഷ്യ, കോപം, ക്രോധം അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പൗലോസ് അവിടെയുള്ള കൊരിന്തിലുള്ള വിശ്വാസികളുടെ ഇടയിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമായിട്ട് പൗലോസ് അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗലാത്യറിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യർ 5:20-21 അവിടെ നമ്മൾ അവസാനം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് ദൈവസന്നിധിയിൽ പാപമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെയുള്ളവർ ദൈവവചനമാണ് ശുശ്രൂഷിച്ചതെങ്കിലും അവര് പാപം ചെയ്യുക, അല്ലെങ്കിൽ ദൈവവചനത്തെക്കാൾ അല്ലെങ്കിൽ ദൈവവചനം അതിന്റെ നിലയിൽ പ്രസ്താവിക്കുന്നതിനേക്കാൾ തങ്ങളെ തന്നെ ഈ പിണക്കത്തോടും അല്ലെങ്കിൽ കോപത്തോടും ഒക്കെ പ്രസംഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പ്രസംഗിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവര് പ്രസംഗിക്കുന്നത് കൊണ്ട് അത് തീർച്ചയായിട്ടും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ദൈവം അത് കണക്കിടും. കാരണം പാപം അല്ലെങ്കിൽ സകല ദുഷ്പ്രവർത്തികൾക്കും കാരണമായി തീരുന്നു എന്ന് പറഞ്ഞ് ദൈവവചനം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലോട്ട് തന്നെ മടങ്ങി വരാം. 18 അതിൻ്റെ അവസാനം ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ഈ പൗലോസിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് വേണമെങ്കിൽ പറയാം. അനേക വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ ഫിലിപ്പിയ ലേഖനം തന്നെ അനേക ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൗലോസ് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഈ 15-ാം വാക്യം വായിച്ചിട്ട് നമ്മൾ താഴോട്ട് വന്ന് 18-ാം വാക്യം വായിക്കുമ്പോൾ വേറെ ആരെങ്കിലും ആണ്, ഇപ്പം നമ്മളെ ആരെങ്കിലും ആണ് അവിടെ എടുത്തു വച്ചേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിപ്പാനായിട്ട് വകയൊന്നും കാണത്തില്ല. ഇവന് അല്ലെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ ഒരുപക്ഷെ ഈ പൗലോസിനോടായിരിക്കും ഇവര് മത്സരിക്കുന്നത്. അത് കണ്ടിട്ട് പോലും ഈ പൗലോസ് ഇവിടെ സന്തോഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നോട് മത്സരിക്കുന്നു അതുകൊണ്ടല്ല,
പൗലോസിനോട് മത്സരിക്കുന്നതുകൊണ്ട് പൗലോസ് അത് കണ്ട് സന്തോഷിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവര് ദൈവവചനം ശുശ്രൂഷിക്കുന്നല്ലോ, അല്ലെങ്കിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് ഓർത്ത് പൗലോസ് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ആരെങ്കിലും എടുത്ത് ആ സ്ഥാനത്ത് വച്ചാൽ നമ്മൾ അവരെ പിടിച്ച് ഉപദേശിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അവരെ ഉപദേശിച്ച് അവരെ ഒരു പരുവാക്കുന്ന സാധ്യത ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പൗലോസ് അവിടെ ഒന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം പൗലോസിൽ നമുക്ക് കാണുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഈ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഉള്ള കാര്യം വച്ചിട്ട് അതിൽ സന്തോഷിക്കാനുള്ള തൻ്റെ ഒരു കൃപ. നമുക്ക് ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ വായിക്കും. ഫിലിപ്പിയർ 1:3 വാക്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 3 വാക്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസ്. ഞാൻ പറഞ്ഞു, പൗലോസിന്റെ ജീവിതത്തിൽ ഇതേപോലെ സന്തോഷിക്കുന്ന അനേക സാഹചര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ചെറുതും വലുതുമായിട്ടുള്ള അനേക സാഹചര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇടയാകുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനുള്ള സാഹചര്യം ലഭിക്കുക എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ച് അത് സന്തോഷിക്കുവാനുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ഇടയാകാറുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ സന്തോഷത്തോടെയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു പക്ഷേങ്കിൽ ടി വി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ടി വി കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാച്ചിൽ നോക്കുമ്പോഴായിരിക്കും 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞു പോയതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഒരു പക്ഷേങ്കിൽ നമ്മൾ അതിനകത്ത് അങ്ങ് ഇരുന്ന് പോകും. കാരണം എന്താ, ടി വി കണ്ടപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബോറൊന്നും അടിച്ചില്ല, അതുകൊണ്ട് നമ്മളതങ്ങ് കണ്ടു. അപ്പം അതേപോലെയാണ് ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത്. പൗലോസിന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് എത്ര നേരം പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ച് ബോറടിയൊന്നും തോന്നത്തില്ല. അല്ലെങ്കിൽ അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം പൗലോസിന് പ്രാർത്ഥിക്കാനായിട്ട് അനേക കാര്യങ്ങൾ തൻ്റെ മുമ്പാകെ ഉണ്ട്. രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്, സഭയുണ്ട്, അനേക സഭകളുണ്ട്. ഇതൊക്കെ ഓർത്ത് പൗലോസിന് പ്രാർത്ഥിക്കണം. ഇനി ഈ പൗലോസിനോട് ചോദിച്ചു നോക്കാം, പൗലോസിന് പ്രാർത്ഥിക്കാൻ സമയമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പൗലോസിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന് പ്രാർത്ഥിക്കാനായിട്ട് സമയം ഉണ്ടായിരുന്നു. ഈ കർത്താവിന് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടെങ്കിൽ എനിക്കും പ്രാർത്ഥിക്കാൻ സമയം ഉണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം ഞാൻ കണ്ടെത്തിയേ മതിയാകത്തുള്ളൂ എന്നുള്ളതായിരിക്കും ഈ പൗലോസിന് പറയാനുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചാലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ, എൻ്റെ കർത്താവ് അനേക മണിക്കൂർ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്കും പ്രാർത്ഥിക്കാൻ അനേക മണിക്കൂർ ലഭിക്കാറുണ്ട് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ചിലപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ആശയർ പറയുന്നു, അമ്മച്ചി പ്രാർത്ഥിക്കണ്ട ഒരു കരച്ചിലാണ്. കാര്യം വേറൊന്നുമല്ല, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ കുറേ നേരം എടുക്കും, ബാക്കി എല്ലാവരും പെട്ടെന്നൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അവൻ്റെ പ്രശ്നം അതാണ്, കുറേ നേരം എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നീണ്ടു പോകുമ്പോൾ അത് നമുക്ക് ബോറടിയായി, അല്ലെങ്കിൽ സമയം നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഈ പൗലോസ് സന്തോഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാണ്. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സന്തോഷിക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ പ്രാർത്ഥനാ യോഗം ഒന്ന് എടുത്തു നോക്കിയാലോ, നമ്മുടെ ഇവിടുത്തെ പ്രാർത്ഥനാ യോഗം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്, നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കത് കൃത്യമായിട്ട് കാണിച്ചു. ഒരു പക്ഷേങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വിഷയമില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ നമുക്ക് കൂടി വരാനായിട്ട് താല്പര്യം ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ നമുക്ക് പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ അനേകം വിഷയങ്ങളുണ്ട്. നമുക്കും ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്,
മടി കൂടാതെ അല്ലെങ്കിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്കും ഇടയായി തീരണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് എത്രയോ നല്ലതാണ് എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ സഭയെ ആരും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം അതിന് വ്യക്തമായ റിസൾട്ടൊക്കെ നമ്മൾ കൈ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും എന്നുള്ളതിനും ഒരു സംശയം. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇവിടെ പൗലോസിനെ കാണുന്നത് ആദ്യം 3-ാം വാക്യത്തിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് എത്ര നേരം വേണമെങ്കിലും, അല്ലെങ്കിൽ പല 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 വിഷയങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്നെ സ്നേഹിച്ചവർക്കോ തന്നെ ഈ പറഞ്ഞ പോലെ തനിക്കെതിരായിട്ട് അസൂയയോടും പിണക്കത്തോടും കൂടെ പ്രസംഗിച്ചവർക്കോ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് സന്തോഷമുള്ള ഒരു പൗലോസിനെ നമുക്ക് കാണും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1:18 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മളിപ്പോൾ വായിച്ചതാണ്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. അവിടുത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നത് കൊണ്ട് താൻ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അനേകരോട് സുവിശേഷം അറിയിക്കുകയും അനേക സഭകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ളതിന് നമുക്കൊരു സംശയവുമില്ല. അപ്പം പൗലോസിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പം സുവിശേഷം അറിയിക്കുമ്പോൾ പൗലോസിന്റെ മനോഭാവം, അല്ലെങ്കിൽ പൗലോസിന്റെ മനസ്സിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് സന്തോഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടോ, നമ്മൾക്കെല്ലാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്തായി തീരുമെന്നോ, ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെടുമെന്നോ, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തോടുകൂടെ സുവിശേഷം അറിയിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിന്റെ ഏക ആഗ്രഹം സുവിശേഷം അറിയിക്കപ്പെടണം. അതിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസിനെ പോലെ നമുക്കും സുവിശേഷം അറിയിക്കുന്നതിൽ നമ്മുടെ മനോഭാവം, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മളെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കും. നമുക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ നമ്മളത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് 25-ാമത്തെ വാക്യത്തിലാണ്. 1:25 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്, 25 ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ, ഞാൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമായി ഇരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിനറിയാം തൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹ കാരണമായിട്ട് തീരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് ആണ് ഈ വാക്യം പറയുന്നത്, അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ജീവിതവും എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കുന്നോ, ഇനി അല്ല മറ്റുള്ളവർക്കൊരു ദുഃഖ കാരണമായിരിക്കുന്നോ എന്ന് നമ്മളെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് പൗലോസ് പറയുന്നത്, ഞാൻ കാരണം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. തിരിച്ചൊരു ചിന്ത എന്ന് പറയുന്നത്, മറ്റുള്ളവരെല്ലാവരും എന്നെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്നെ കുറച്ച് പുകഴ്ത്തിയൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകുമോ, അതോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഈ ഒരു ചിന്തയാണ് നമുക്കവിടെ കാണുവാനായിട്ട്
സാധിക്കുന്നത്. എന്നെ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായിരിക്കുന്നതാണോ എനിക്കിഷ്ടം, അതോ മറ്റുള്ളവരെന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുകഴ്ത്തി സന്തോഷിപ്പിക്കുന്നതാണോ എനിക്ക് ഇഷ്ടം എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ആയി ഇരിക്കണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് പല രീതിയിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷമായിട്ടിരിക്കുവാനായിട്ട് ഇടയാകും. അവരെ സഹായിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുന്നതിലൂടെയോ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ രോഗിയായിരിക്കുമ്പോൾ ചെന്ന് കാണുന്നതിലൂടെയോ ഒക്കെ അത് അനേകർക്ക് നമുക്ക് ആശ്വാസമായിട്ട് തീരുവാനായിട്ട് ഇടയാ. അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ചില നല്ല വാക്കുകളൊക്കെ പറയുന്നതിലൂടെയോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ആശ്വാസമായിരിക്കാനായിട്ട് ഇടയാകും. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ വേദന കൂട്ടുന്നവരായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ടാണോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു അനുഗ്രഹ കാരണം അല്ലെങ്കിൽ സന്തോഷത്തിന് കാരണമായിട്ട്, അല്ലെങ്കിൽ എന്നെ കാണുന്നത് തന്നെ ഒരു സന്തോഷ കാരണമായിട്ട് തീരുവാണോ, അതോ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഓടി ഒളിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ കാണുമ്പോൾ ഒന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ചിന്തയാണോ മറ്റുള്ളവർക്ക് വരുന്നതെന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. പലപ്പോഴും പല പരാതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. ഒരു പക്ഷേങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് കണ്ടില്ല എങ്കിൽ അവർക്ക് വളരെ വിഷമമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് ആശ്വസിപ്പിച്ചില്ല എങ്കിൽ വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് എപ്പോഴാണോ ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുവാൻ, അല്ലെങ്കിൽ അതനുസരിച്ച് ഇടപെടുവാൻ. ഇനിയല്ല വേദനിപ്പിച്ചിരിക്കുന്ന ഒരാളിൻ്റെ വേദനയിൽ കുറെ കൂടെ തീവാരി ഇടുന്നവരായിട്ടാണോ നമ്മൾ തീരുന്നതെന്നുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം. അടുത്ത കാര്യം അല്ലെങ്കിൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിലിപ്പിയർ തന്നെ 2:2 വാക്യം. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐക്യത, അല്ലെങ്കിൽ ഒരു ഏക മനോഭാവം. അനേക വാക്ക്: ഏക മനസ്സ്, ഏക സ്നേഹം, ഐക്യമത്യപ്പെടുക, ഏകഭാവമുള്ളവർ ആയിരിക്കുക. അനേക കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് സഭ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇരുന്നാലാണ് സന്തോഷം പൗലോസിന് ലഭിക്കുക എന്നുള്ള കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏക മനസ്സ് ഉള്ളവരായിരിക്കുക. നേരത്തെ അവർ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ പ്രശ്നവും ഇത് തന്നെയായിരുന്നു. അവർക്ക് ഏക മനസ്സ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ ദൈവവചനം പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്നത് ഏക മനസ്സ് ഉള്ളവരായിരിക്കണമെന്നാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഏക മനസ്സ് എന്ന് വെച്ചാൽ നമ്മൾ 50 പേരാണെങ്കിൽ 50 പേരും ചിന്തിക്കുന്ന കാര്യം ഒന്ന് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ വഴിയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ ആയിരിക്കണം. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളെക്കുറിച്ച് ദൈവവചനവും ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ ഏക മനസ്സ് ഉള്ളവരായിരിക്കണം. പലപ്പോഴും സാധ്യമാകാത്ത അല്ലെങ്കിൽ സാധ്യമായി വരാത്ത ഒരു കാര്യമാണ് ഏക മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏകഭാവമുള്ളവരായിട്ട് തീരുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളത് കാരണം മനുഷ്യരാണല്ലോ, മനുഷ്യർ പലപ്പോഴും പല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു പോകാറുണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ മക്കളെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരേ മനസ്സുള്ളവർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യവും ചിന്തയും പ്രവൃത്തിയൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ഉന്നതിക്കും സഭയുടെ ഐക്യത്തിനും ഒക്കെ ആയിട്ട് തീരണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ മനസ്സോടുകൂടെ. കാരണം ഒരെണ്ണം തെറ്റിയാൽ മതി, അത് തന്നെ പ്രശ്നമായിട്ട് തീരും. എല്ലാവരും ഒരേ മനസ്സുള്ളവർ ആയിരിക്കും. നമ്മൾ
കർത്താവിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവർ നമ്മിൽ ഒന്നായി തീർന്നു. അതായത് പിതാവും പുത്രനും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതേപോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു നമുക്കറിയാം ചെയിൻ അറിയാമല്ലോ, ചെയിൻ അതിൻ്റെ പല 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 കണ്ണികളുണ്ട്. ആദ്യത്തെ 2 കണ്ണി എങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ബാക്കി എല്ലാ കണ്ണിയും ആയിരിക്കണം ഒരേപോലെ. അതിൽ മാറ്റം വന്നാൽ അതിൻ്റെ ഒരു പക്ഷേങ്കിൽ അതിൻ്റെ ബലം കുറയും. അല്ലെങ്കിൽ ചില കണ്ണികളൊക്കെ ചെറിയ കമ്പി കൊണ്ടുള്ള കണ്ണികളാണെങ്കിൽ അതിനുള്ള ബലം കുറയും. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സുള്ളവരായിട്ട്, ഞാൻ ബലത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരേ മനസ്സുള്ളവരായിട്ട് അല്ലെങ്കിൽ ഒരേ ചിന്തയുള്ളവരായിട്ട്, ഐക്യമുള്ളവരായിട്ട്, സ്നേഹമുള്ളവരായിട്ട് ഒക്കെ തീരണം. പിതാവും പുത്രനും എങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ പിതാവും പുത്രനും ഒരേപോലെ എങ്ങനെയാണോ ആയിരിക്കുന്നത് അതേപോലെ നമ്മളും അല്ലെങ്കിൽ വിശ്വാസികൾ ഓരോരുത്തരും ഒരേ മനസ്സുള്ളവരായിട്ട് ആയിരിക്കണമെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 2-ന്റെ തന്നെ 17-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അടുത്ത കാര്യം, രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തൊരു മനുഷ്യനാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ പറ്റി പറയാം. ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്തും ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷെ ഇവിടെ പറയുന്നത് തൻ്റെ സ്വന്തം രക്തം അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നാലും അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനുള്ള ആ ശുശ്രൂഷയിൽ തൻ്റെ ജീവിതം നഷ്ടമായാൽ അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ തന്നെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ എന്ന് വെച്ചാൽ താനൊരു യാഗമായിട്ട് തീർന്നാലും ഒരു പ്രശ്നവുമില്ല എന്ന് ആണ് പൗലോസ് അവിടെ കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ സന്തോഷിക്കും. കാരണം അത് വളരെ ബെനിഫിറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരെ നേടുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ മുമ്പാകെ വളരെ വിലമതിക്കുകയും പൗലോസിന് തന്നെ അത് വളരെ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ പൗലോസിൻ്റെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് തൻ്റെ ജീവിതം വച്ചു കൊടുത്താലും താൻ വളരെ സന്തോഷവാനായിരിക്കും എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ റോമർ 9:3 നമ്മൾ കാണുന്നുണ്ട്, ശാപഗ്രസ്തനായി തീരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു വാക്ക് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പൗലോസിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടിയിട്ട് മരിക്കുവാനായിട്ടല്ല, രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്കത് സാധ്യമായി തീരുമെന്ന് എനിക്കറിയില്ല. കർത്താവിന് വേണ്ടിയിട്ട് ചിലതൊക്കെ ചെയ്യുവാൻ അല്ലെങ്കിൽ ചിലതൊക്കെ കൊടുക്കുവാനായിട്ട് പൗലോസ് തൻ്റെ രക്തം കൊടുക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ നമുക്ക് ഇടയായി തീരുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കർത്താവ് സ്നേഹിക്കുന്നവരെ അറ്റ്ലീസ്റ്റ് സ്നേഹിക്കാനെങ്കിലും നമ്മളാൽ ആവും വിധം ചെയ്യുവാൻ അല്ലെങ്കിൽ അവരെ സഹായിപ്പാൻ കരുതുവാനൊക്കെ നമുക്ക് ഇടയായി തീരുമോ എന്നുള്ള കാര്യം നമ്മളെ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കർത്താവിന് വളരെ പ്രസാദമുള്ള കാര്യമാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇനി 6-ാമത്തെ ഒരു കാര്യം നമുക്ക് 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. കുറേ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ഇനി നിങ്ങളും സന്തോഷിക്കും. ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തന്നു. എനിക്കിതൊക്കെയാണ് എൻ്റെ സന്തോഷം. പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്, ഇത് എന്നെ അലട്ടുന്ന ഈ പ്രസംഗത്തിലൂടെ തന്നെ എന്നെ അലട്ടുന്ന അനേകരിവിടെ ഉണ്ട്, അനേക പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എന്നാലും ഞാൻ ഇന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ സന്തോഷിക്കാനായിട്ട് തയ്യാറാണ്. എനിക്ക് അവിടെ ഒരു പരാതിയും പറയുവാനായിട്ടില്ല. പക്ഷേ 18-ാം വാക്യത്തിൽ വന്ന് പറയുവാണ്, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുക, എന്നോട് കൂടെ സന്തോഷിക്കുക. ഈ പ്രശ്നക്കാരോടും കൂടെ ചേർത്താണ് പറയുന്നത്. ഈ പ്രസംഗിച്ച അല്ലെങ്കിൽ തന്നെക്കെതിരായിട്ട് കുറച്ചെങ്കിലും മനസ്സിൽ പ്രശ്നമുള്ള അവരോടും ചേർത്ത് പറയുവാണ്, നിങ്ങളും വന്ന് എന്നോടുകൂടെ സന്തോഷിക്കും. കാരണം നമുക്കറിയാം കർത്താവ് വീണ്ടെടുത്തതാണ് അതിൻ്റെ സന്തോഷിക്കാനുള്ള കാരണം. പക്ഷെ പൗലോസിന്റെ മനോഭാവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവരെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നിങ്ങളും വന്ന് എന്നോടുകൂടെ
സന്തോഷിക്കുക. അല്ലെങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ വന്ന് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് ദൈവവചനം കേൾക്കാം. അങ്ങനെ അവരെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് സന്തോഷിക്കുവാനുള്ള ഒരു ആഹ്വാനം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലുള്ള ആ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരുപക്ഷേങ്കിൽ ഈ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമായിരിക്കും, ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നതാണ് നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷം. നമുക്കറിയാം, ഫിലിപ്പിയർ പറയുന്ന പോലെ 4:4 ഒക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. പ്രയാസങ്ങളിലും, അല്ലെങ്കിൽ പ്രയാസങ്ങൾ കൂട്ടുന്നതും, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ എന്നെ വിട്ടുപോയവരും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ ചേർത്ത് പറയുവാണ്, നിങ്ങളും സന്തോഷിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിക്കാം എന്നുള്ള കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ദുഃഖിപ്പിച്ചവരോടും ഒക്കെ ചേർന്ന് നമുക്കും ഒക്കെ അങ്ങനെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും നല്ലതായിരുന്നു. കാരണം നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ട്, നമ്മളെ ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിക്കുന്ന ലോകത്തിലാണെങ്കിലും അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരോടൊക്കെ ചേർന്ന്, അല്ലെങ്കിൽ അവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം എന്നാണ് ഈ പൗലോസ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്നോടുകൂടെ സന്തോഷിക്കണം, അല്ലെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭാഗം കൂടെ വായിക്കാം. 2:28 വാക്യം. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എപ്പഫ്രാദിത്തോസിനെ പറ്റിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് പൗലോസിന് വളരെ പ്രയോജനമായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ തിരിച്ച് അയക്കുന്ന കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ 25 വാക്യത്തിൽ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതായത് ഇവൻ എനിക്ക് വളരെ പ്രയോജനമുള്ളവനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ബലഹീനനാണ്, ഇവൻ എന്നെ ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുവാനായിട്ട് എനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങളുടെ സന്തോഷം അവിടെ വർദ്ധിക്കുമല്ലോ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുവാനായിട്ട് ഞാൻ എൻ്റെ സന്തോഷം മാറ്റിവെക്കാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആ സന്തോഷം വേണ്ട എന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാണ് ഇദ്ദേഹത്തെ തിരിച്ച് അയക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് എൻ്റെ സന്തോഷത്തേക്കാൾ മറ്റുള്ളവരുടെ സന്തോഷമായിട്ട് കണക്കാക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പൗലോസിന് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തൻ്റെ അടുത്ത് വേണ്ടത്, അല്ലെങ്കിൽ തൻ്റെ അടുത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് വളരെ ശുശ്രൂഷ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് താൻ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹത്തെ തിരിച്ച് അയക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ബെസ്റ്റെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം പലപ്പോഴും നമ്മൾ മാറ്റിവെക്കും, അല്ലെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ആരും തയ്യാറാകാറില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും കൊടുക്കുന്നത്. നമ്മൾ ഈ വയനാട്ടിലെ തുണി കൊടുത്ത കാര്യം നമ്മളെല്ലാവരും വാർത്തയിൽ വായിച്ചതാണ്. അവിടെ 7 ടണ്ണാണ് വേസ്റ്റ് തുണി, അല്ലെങ്കിൽ അത് തിരിച്ച് സംസ്കരിക്കേണ്ടി വന്നത് 7 ടണ്ണാണെന്നാണ് വായിക്കാനായിട്ട് ഇടയായത്. എന്ന് വെച്ചാൽ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കൊള്ളാത്ത കുറേ വസ്തുക്കൾ, ഇത്രയും സാധനങ്ങൾ അവിടെ കൊടുത്തയച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ കൊടുത്തത് അവരെ കഷ്ടത്തിലാണ് അത് മനസ്സിലാക്കിയിട്ട് കൊടുത്തത് ഇത്രയും വേസ്റ്റായിട്ടുള്ള കാര്യം. ബെസ്റ്റായിട്ടുള്ള കൊടുത്തവരുണ്ട്, അനേകം കൊടുത്തവരുണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും വേസ്റ്റ് വരണമെങ്കിൽ, അല്ലെങ്കിൽ 7 ടൺ വരണമെങ്കിൽ എന്തുമാത്രം ആൾക്കാർ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അതേപോലെയാണ് അത് മനുഷ്യൻ, സ്വാഭാവികമാണ്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാകത്തുള്ളൂ.
അപ്പം ദൈവം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ പൗലോസ് പറയുന്നത്, എനിക്ക് ഇവൻ വളരെ പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഇവൻ എനിക്ക് വളരെ ഉപകാരിയാണ്, ഇവനെയാണ് ഞാൻ തരുവാനായിട്ട് ഇടയാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കട്ടെ, അതാണ് എൻ്റെ സന്തോഷം. നമ്മുടെ കർത്താവിൻ്റെ കാര്യം നമുക്കറിയാം. പിതാവിൻ്റെ അവിടെ പ്രമോദമായിരുന്നവനെയാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നത്. അതായത് നമ്മുടെ സന്തോഷം വർദ്ധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖം മാറ്റുവാനായിട്ട് കർത്താവിനെ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തൻ്റെ മകനെ തരുവാനായിട്ട് പിതാവിന് ഇഷ്ടം തോന്നും. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളാലാവും വിധമുള്ള ഏറ്റവും ബെസ്റ്റ്, അങ്ങനെ പറയാം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മളെ കൊണ്ടാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം, ഒരുപക്ഷെങ്കിൽ അത് നമുക്ക് ഉപകാരമായിരുന്നിരുന്ന സാധനമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ള കാര്യമായിരിക്കാം, അത് കൊടുക്കുവാനായിട്ട്, അത് കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും അവസാനം നമ്മൾ 3:1 ഫിലിപ്പിയർ 3:1 കർത്താവിൽ സന്തോഷിക്കും. നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ കൂടെയുള്ള ഭാഗം തന്നെയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും. ഈ പൗലോസ് നമ്മൾ 6, 7, 8 കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു വന്നിട്ട് ഏറ്റവും അവസാനം പറയുവാണ് കർത്താവിൽ സന്തോഷം. എനിക്ക് സന്തോഷിക്കാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്. നിങ്ങളെ കാണുന്നത്, നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നത്, നിങ്ങൾ സന്തോഷിക്കുന്നത്, ഇതൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ സന്തോഷത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ബാക്കി കാര്യത്തിലൊക്കെ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അല്ലെങ്കിൽ വെറുതെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ സന്തോഷിക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ മോട്ടിവേഷനൊക്കെ അങ്ങ് തീരും. ഇവിടെ പൗലോസ് പറയുന്നത് കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീരണം. എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ സന്തോഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിറപടിയായിട്ട് നടക്കത്തുള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എല്ലാവരും എന്നെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്റ്റിൽ എന്നിട്ടും പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പാനാണ്. എന്ന് വെച്ചാൽ കർത്താവിൽ എൻ്റെ ആശ്രയമാക്കി വച്ചിട്ട് കർത്താവിൽ ചാരിക്കൊണ്ട് സന്തോഷിക്കുവാനായിട്ട്. എന്നാൽ മാത്രമേ ബാക്കി ഈ പറഞ്ഞ അനേക കാര്യങ്ങൾ, അനേക സന്തോഷം, ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷം, കഷ്ടതയിലുള്ള സന്തോഷം, ഇതൊക്കെ നേടണമെങ്കിൽ നമ്മുടെ ആശ്രയം കർത്താവിൽ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ കർത്താവിൽ ആയിരിക്കണം. പൗലോസ് പറയുന്നത് കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്ത ദൈവദാസനാണ്. താൻ പറയുന്നത് കർത്താവിൽ സന്തോഷിക്കും. ഞാൻ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ കർത്താവിലാണ് സന്തോഷിക്കുന്നത്. വേറെ ഈ ലോകത്തിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല. എനിക്ക്, അല്ലെങ്കിൽ എന്നെ സന്തോഷപ്പെടുത്തുന്നതായിട്ട് കർത്താവിനേക്കാൾ വേറൊന്നും നമുക്ക് ഇല്ല, അല്ലെങ്കിൽ എനിക്കില്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സന്തോഷം എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേങ്കിലും ഉണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ടുള്ള സന്തോഷം എന്താണ്? ഈ ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ നേടുന്നതാണോ, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതാണോ, അങ്ങനെയുള്ള ലോകപ്രകാരമുള്ള ആണോ അങ്ങനെ അനേക ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്താണ് നമ്മുടെ സന്തോഷം? അല്ലെങ്കിൽ എന്താണ് എൻ്റെ ലൈഫിൽ ഞാൻ രാത്രി ഉറങ്ങാൻ നേരം എനിക്ക് സന്തോഷം തരുന്ന കാര്യം? ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്കിന്ന് സന്തോഷിക്കുവാനായിട്ടിടയായി എന്ന് ഒരുപക്ഷെ നമ്മൾ കടന്നുകൊണ്ടൊക്കെ ചിന്തിക്കും. പക്ഷെ എന്താണ് നമ്മുടെ ലൈഫിലുള്ള യഥാർത്ഥ സന്തോഷം? പൗലോസ് പറഞ്ഞ പോലെ ഈ കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തു, തൻ്റെ മക്കളാക്കി തീർത്തു, നമുക്ക് വലിയ പദവികളും ഒക്കെ തന്നു. അതിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ടിടയാകാറുണ്ട്. അതോ ആ കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോയിട്ട് ലോകത്തിലുള്ള സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ തേടിപ്പോകാറുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. അപ്പം നമ്മളിന്ന് കണ്ടത് ഫിലിപ്പിയർ 1:15 തൊട്ട് 19 വരെയുള്ള കാര്യമാണ്. അതിലാദ്യം കണ്ടത് ചിലർ ദൈവത്തിൻ്റെ വചനം പിണക്കവും അസൂയ നിമിത്തം പ്രസംഗിക്കുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. ആ രണ്ട് ക്യാരക്ടർ, രണ്ട് സ്വഭാവവും ദൈവം മുമ്പാകെ നല്ലതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. അത് പലവിധ ദോഷങ്ങൾക്കിടയായി. മാത്രവുമല്ല പൗലോസ് സന്തോഷിക്കുന്ന ചില കാര്യങ്ങൾ, ഈവൻ നമ്മുടെ കണ്ണിൽ അത് കേവലം അതൊരു സന്തോഷമായിട്ട് പോലും
കൂട്ടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ചിലപ്പം ഒരു താണ അവസ്ഥയിലുള്ള കാര്യങ്ങളാണ് താൻ സന്തോഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പൗലോസ് അതൊരിക്കലും ഒരു താണ നിലവാരമായിട്ട് അത് കൂട്ടുന്നില്ല. പലപ്പോഴും അത് ഒരു ഉന്നതിയിലുള്ള അല്ലെങ്കിൽ കർത്താവിന് വേണ്ടിയിട്ട് വലിയ കാര്യം ചെയ്യുന്ന ഒരു കണക്കിലാണ് താൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.